ഹലോ എവ്രി വൺ. അപ്പോൾ ഇന്ന് എൻ്റെ പോസ്റ്റ്മോർട്ടം ഡേ ഇൻ മൈ ലൈഫാണ്. മിക്കവരും പറയും ഒരു കുഞ്ഞൊക്കെ ആയി കഴിഞ്ഞാൽ ലൈഫ് ഭയങ്കര രസമാണ്. പിന്നെ ഒന്നല്ല 3 കുഞ്ഞുങ്ങളുണ്ട്. കുഞ്ഞുങ്ങൾക്ക് ഒരു 1.5, 2, 3 വയസ്സാവുന്നവരെ നമുക്ക് ഭയങ്കര ടെൻഷനായിരിക്കും. കുഞ്ഞുവാ വന്നതിന് ശേഷം ഞാൻ ഇന്നും 1-ാം കോഴി കൂകുമ്പോൾ എണീക്കും. ആഗ്രഹം ഉണ്ടായിട്ടല്ല, ഇവള് കരഞ്ഞു വിളിച്ചുണർത്തുന്നതാണ്. പിന്നെ ഒരു 7 മണിയൊക്കെ ആകുമ്പോൾ ബെഡിൽ നിന്ന് എണീറ്റ് നേരെ പല്ല് വയ്ക്കാൻ പോകും. വാഷ് ബേസിന്റെ അടുത്ത് ആരുടെയോ തെങ്ങിൻതോപ്പിലേക്ക് തുറക്കുന്ന 2 ജാലകങ്ങളുണ്ട്. അതും തുറന്നിട്ട് കുറച്ചു നേരം ഓലയുടെ ഓക്സിജൻ ശ്വസിച്ചുകൊണ്ട് അങ്ങനെ നിൽക്കും. പറയാൻ വിട്ടു, ഞാനിപ്പോൾ പാലക്കാട് കോട്ടായിൽ ഡോക്ടർ ലാസിമാസ് അവിസന്ന ആയുർവേദയിലെ ഡെലിവറി കെയറിലാണ്. അപ്പോൾ ഇന്നത്തെ ആദ്യത്തെ ഫുഡ് പാലും പഴവും ജീരക കഷായമാണ്. 5:30 ഇതൊക്കെ റൂമിലെത്തുമെങ്കിലും എന്റെ വയറ്റിലോട്ട് എത്തണമെങ്കിൽ ഒരു 7-7:30 ആവും. അത് കഴിഞ്ഞിട്ട് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഇന്ന് പുട്ടും കടലയായിരുന്നു. ഡെയിലി വെറൈറ്റി ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഇവിടെ ഉണ്ടാവാറ്. അപ്പോഴേക്കിതാ എനിക്ക് കുളിക്കാനുള്ള വെള്ളമാണ് ഇവിടെ തിളച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ എന്റെ ട്രീറ്റ്മെന്റിന് വേണ്ടുന്ന ഐറ്റംസ് ഒക്കെ തെറാപ്പിസ്റ്റ് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇതൊക്കെ തേച്ച് വിസ്തരിച്ചൊരു കുളിക്ക് ശേഷം നല്ല ചൂട് മരുന്ന് കഞ്ഞി എത്തിയിട്ടുണ്ട്. കഞ്ഞി നല്ല ടേസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഇടയ്ക്ക് കുടിക്കാൻ കുഞ്ഞാറ്റിയും തക്കുടും ഒക്കെ കൂടും. അങ്ങനെ കഞ്ഞിക്കുടിയൊക്കെ കഴിഞ്ഞ് കുഞ്ഞാറ്റിക്കുട്ടിനെ ഒന്ന് സുന്ദരിയാക്കാന്ന് വിചാരിച്ചു. നമ്മൾ അമ്മമാർക്ക് എത്ര വയ്യെങ്കിലും നമ്മുടെ മക്കളെയൊക്കെ കുളിപ്പിച്ച് സുന്ദരി കുട്ടികളാക്കി നിർത്താനായിരിക്കും അല്ല ഇഷ്ടം. തക്കുടൂന് പിന്നെ ഒരുങ്ങാനും മുടി കെട്ടാനും ഒന്നും ഇഷ്ടമല്ല. കുഞ്ഞാറ്റിക്കും തക്കുടൂനും പിന്നെ എപ്പോഴും ഇതന്നെ പണി. പപ്പ കൊണ്ടുവന്ന ചോക്ലേറ്റും ബിസ്ക്കറ്റും ഒക്കെ എന്റെ കണ്ണ് തെറ്റിയ അപ്പം എടുത്ത് തിന്നു. പിന്നെ കുഞ്ഞുമാവയെ എണ്ണ തേച്ച് കുളിപ്പിക്കാൻ ശേഷി വന്നു. കുളിസീനത് ഞാൻ തൽക്കാലം കാണിക്കുന്നില്ല. കുഞ്ഞാവ് വളർന്നു വലുതാകുമ്പോൾ അവക്കതൊരു നാണക്കേടാവൂലേ. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് കുഞ്ഞുമാവയെ സുന്ദരിയാക്കി പാലിലെടുത്ത് ഇറക്കി. അപ്പോഴേക്കും റൂം ക്ലീനിങ്ങിനുള്ള ചേച്ചിമാർ വന്നിട്ട് റൂം ഒക്കെ ക്ലീൻ ചെയ്തിട്ട് പോയി. ഉച്ചയായപ്പോഴേക്കും ഞാൻ TV ഒക്കെ കണ്ടുകൊണ്ട് ലഞ്ച് കഴിക്കാനിരുന്നു. ഇങ്ങനെ ഒരു സ്ഥലത്ത് വരുമ്പോൾ ഫുഡിന്റെ കാര്യത്തിൽ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ഇവരുടെ ഫുഡ് ഒരു രക്ഷയുണ്ടായിരുന്നില്ല. വീട്ടില് അമ്മ ഉണ്ടാക്കുന്ന ഫുഡ് പോലെ തന്നെ ടേസ്റ്റി ആയിരുന്നു. വീക്കിലി ബിരിയാണിയും നെയ്ച്ചോറും ഒക്കെ അടങ്ങുന്ന കിടിലൻ മെനു തന്നെ ഇവർക്കുണ്ട്. അതും നല്ല വീട്ടിലെ ഫുഡിന്റെ ടേസ്റ്റോട് കൂടി. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കുറച്ചു നേരം കുഞ്ഞാറ്റിക്കുട്ടിയുടെ കൂടെ കിടന്നിറങ്ങി. പിന്നെ വൈകുന്നേരം എണീറ്റ് കുറച്ചു നേരം ബാൽക്കണിയിലൊക്കെ പോയി നിന്നു. അപ്പതാടാ നോക്കുമ്പോൾ ഒരു മയില്. പിന്നെ അതിനെ കുറച്ചു നേരം നോക്കി നിന്നു. അപ്പോഴേക്കും ചായയും പഴംപൊരിയും ഒക്കെ വന്നു. കൂടെ ഇതാ ബീട്രൂട്ട് ജ്യൂസും ഉണ്ടായിരുന്നു. സംഗതി ഈ ജ്യൂസും ഫ്രൂട്ട്സും എല്ലാം പേഷ്യൻ്റായ എനിക്കുള്ളതാണെങ്കിലും താഴെ 2 മക്കളുള്ളതുകൊണ്ട് അവര് കഴിച്ചിട്ട് ബാക്കി വല്ലതും കിട്ടിയാലായി. പിന്നെ ആസ് യൂഷ്വൽ ഞാൻ എന്റെ പരിപാടിയിലേക്ക് കടന്നു. കുറച്ച് എഡിറ്റ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോഴേക്കും ഡിന്നർ വന്നു. ഇന്ന് ഇഡ്ലിയും ചമ്മന്തിയും ചട്നി ആയിരുന്നു. കുഞ്ഞാറ്റിക്കും തക്കടൂനും ഫുഡ് കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ടാസ്ക്. അമ്മ ഉള്ളതുകൊണ്ട് പിന്നെ അതൊക്കെ അങ്ങനെ അങ്ങോട്ട് കഴിഞ്ഞു പോകും. കൂട്ടത്തിൽ ഞാനും കഴിച്ചു. നല്ല പൂ പോലത്തെ ഇഡ്ലി എന്ന് ഞാൻ അമ്മയടുത്ത് ഇങ്ങനെ പറയുകയായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഞാൻ വീണ്ടും എന്റെ പരിപാടിയിലേക്ക് കടന്നു. വീണ്ടും കുറച്ച് എഡിറ്റ് ചെയ്യാനുണ്ടായിരുന്നു. തീരുമ്പോൾ എഡിറ്റിംഗ് പണി തരാൻ എന്റെ കാക്കു ഉണ്ടല്ലോ. ഇപ്പൊ കാക്കുവിന്റെ ഒരു വർക്കാണ് ഞാൻ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതെങ്ങനെ ഡെലിവറി കഴിഞ്ഞ് ICU നേരെ വന്നപ്പോൾ തുടങ്ങിയ എഡിറ്റിംഗ് ആണ്. ഇപ്പോഴും നിർത്തിയിട്ടില്ല. അപ്പൊ ഇതാ ഈ ഡേ അങ്ങനെ അങ്ങോട്ട് അവസാനിച്ചു. ബൈ.